back to my channel. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രഷർ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ പാത്രങ്ങളൊന്നും ഇല്ലാതെ ഒറ്റ പാത്രത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ നല്ലോണം ചൂടായി. കയ്യിൽ ഫോൺ വന്നിട്ടേ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച കാര്യം പോലും മറന്നുപോയി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ അളവിനാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു 1/2 കിലോ അളവിനാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ഓൾറെഡി നല്ല ചൂടായി. ഞാൻ പറഞ്ഞില്ലേ, പാൻ കുറച്ച് നേരമായി ഞാൻ വെച്ചിട്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ ഒരു ഇഞ്ച് കഷ്ണത്തിൽ പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി എണ്ണ ചൂടായത് കൊണ്ട് കരിയണ്ട. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കീറിയത്, അതേമാതിരി ഒരു 1/2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി 1/4 ടേബിൾ സ്പൂൺ വരെ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതും ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. പേസ്റ്റ് ആണെങ്കിൽ നമ്മൾ സവാളയൊക്കെ ഇട്ട ശേഷം മാത്രം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. സോഫ്റ്റായി നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് ഒരു ലൈറ്റ് പിങ്ക് നിറമായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മതി കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട. ഒരു നുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. നമ്മുടെ സവാള ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നല്ല സോഫ്റ്റാണ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. കുറച്ചുകൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ തക്കാളി. അപ്പം നമുക്ക് തക്കാളി നല്ല സോഫ്റ്റായി. ഞാനിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മൾ ഇനി ഇതല്ലാതെ കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂണേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് നമുക്കിതൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണം ഒക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഒരു അളവ് പറയുകയാണെങ്കിൽ കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇതിട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഞാൻ ഓൾറെഡി കഴുകി വെച്ചതാണ്. ഏകദേശം ഞാൻ എടുക്കുന്നത് 1/2 കിലോ അളവിനാണ് കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റിക്കാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയായിട്ടൊന്ന് ഇളക്കി
ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. കുറച്ചുകൂടെ ആ ഒരു ചിക്കനിലേക്ക് ആ ഒരു ഫ്ലേവർ നല്ലോണം വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മതിയാവും കറി ചിലപ്പോൾ. പിന്നെ ലാസ്റ്റ് തുറന്ന് നോക്കിയിട്ട് ടേസ്റ്റ് പോരെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ്. നമ്മൾ ആ മസാല ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റായി. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ കുക്കർ അടച്ചിട്ട് ഏകദേശം ഒരു വിസിലിന്, ഇല്ലെങ്കിൽ ചിലപ്പോൾ 2 വിസിൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോ കുക്കർ അനുസരിച്ചിട്ട് 1-2 വിസിലിന് വയ്ക്കാം. അപ്പോൾ വിസിൽ വരട്ടെ. അതിന് ശേഷം ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഓക്കെ, വിസിൽ വന്നു. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേഗം ഒരു അരപ്പരയ്ക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പിന് 3/4 കപ്പ് എടുത്തിട്ടുള്ളൂ. കണ്ടല്ലോ, മെഷർമെൻറ്റ് കപ്പിൽ അളന്ന് വെച്ചിരിക്കുകയാണ്. ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരുമായിരിക്കും. തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി മാതിരി അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. തേങ്ങ ഞാൻ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കർ തുറക്കാൻ പോവാണ് കേട്ടോ. ഇതാ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചിക്കൻ കറി കഷ്ണം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഗ്രേവി നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് അത് നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഞാൻ ഇതുവരെ ഇളക്കി കൊടുത്തില്ല, ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ കുറച്ച് നേരമായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റായി. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇത്രയും ഗ്രേവി ഞാൻ വെക്കുകയാണ്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്തിട്ട് കാണിച്ചിടാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ അഭിപ്രായം പറയണം കമൻറ്റിൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.